السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه الفائزين من الله ما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون صدق الله مولانا العلي العظيم. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർഹൂം സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ ഖുറ മഹാനവറുകളുടെ ആണ്ടിന്റെ ഭാഗമായാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ സദസ്സിൽ ഉള്ള ആളുകളൊക്കെയും തങ്ങളവരുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ തങ്ങളെ കണ്ടവരും കേട്ടവരും തങ്ങളുടെ നേതൃത്വത്തിലായി പ്രവർത്തിച്ചവരുമാണ്. ഔലിയാക്കൾക്കുള്ള വിലായത്ത് അമ്പിയാക്കൾക്കുള്ള മോചിതത്ത് പോലെ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഔലിയാക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതകാലത്ത് കണ്ടവരിൽ വളരെയേറെ വ്യത്യസ്തത ജീവിതത്തിൽ കണ്ട ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഖുറത്ത് തങ്ങൾ. ഏത് രോഗത്തിന് ആര് സമീപിച്ചാലും യാസീൻ സൂറത്ത് ഓതാൻ പറയും. അതുപോലെ മറ്റ് ചില സൂറത്തുകളുടെ ഇടയിലുള്ള ആയത്തുകളും തങ്ങൾ പറയും. ഞങ്ങൾ ഒരിക്കൽ കുവൈത്ത് യാത്രയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ജാമിയ സാദിയുടെ ഒരു സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം 11 ദിവസം ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിരുന്നു. ഈ 11 ദിവസത്തിലും ഒഴിവ് വേളകളിൽ തങ്ങൾക്കുള്ള പ്രധാന ജോലി ഖുർആൻ പാരായണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹദികൾ പറഞ്ഞല്ലോ, കാന ഖുലുഖുൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ തങ്ങളുടെ ജീവിതവും ഖുർആനായിരുന്നു. ഖുർആൻ തങ്ങൾ സമൂഹത്തിൽ അറിയപ്പെടുന്നതിന് മുമ്പ്, പ്രശസ്തി ആർജിക്കുന്നതിന് മുമ്പ് മർഹൂം താജുൽ ഉലമയുടെ കൂടെ ജാമിയ സയ്യിദയുടെ യോഗത്തിന് വരുമ്പോ തങ്ങളുടെ കാറിലാ വരിക, ഉപ്പയുടെ കാറിൽ. മർഹൂം നൂറുൽ ഉലമ MA ഉസ്താദ് അടക്കമുള്ള തലമുതിർന്ന നേതാക്കള്, സമസ്തയുടെ സമുന്നതരായ സാരഥികൾ അടങ്ങുന്ന കമ്മിറ്റിയാണല്ലോ ജാമിയ സയ്യിദയുടെ കമ്മിറ്റി. പക്ഷേ തങ്ങളുടെ കൂടെ പലപ്പോഴും ഭക്ഷണത്തിന് ഇരിക്കില്ല. അപ്പൊ തങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളെല്ലാം താജുൽ ഉലമയുടെ കൂടെ പരിസരത്തുണ്ടാവും. ഖുർആൻ തങ്ങൾ ആളൊഴിഞ്ഞാൽ ആരെങ്കിലും പോയി തക്കരിച്ചാൽ മാത്രം അല്പം ഭക്ഷണം കഴിക്കും.
പിന്നീട് എന്നെ കാസർഗോഡ് വിടണമെന്നോ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കണമെന്നോ ആരോടും പറയില്ല. ഒരു ബാഗ് കയ്യിലുണ്ടാവും. ആ ബാഗുമായി സൗദിയിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി ബസ് വരുന്നത് വരെ കാത്തുനിന്ന് ആ ബസ്സിൽ കയറിയാണ് തങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാറുണ്ടായിരുന്നത്. അങ്ങനെയും ഒരുപാട് കാലമുണ്ടായിരുന്നു. അപ്പൊ ആ നിലക്ക് ഔലിയാക്കളുടെ പ്രധാനപ്പെട്ട ഖുർആനിൽ പറഞ്ഞ ലക്ഷണങ്ങൾ, ലാ ഖൗഫുൻ അലൈഹിം, ആരെയും പേടിയില്ല, പേടിക്കുന്ന പരിപാടിയില്ല. വലാ ഹും യഹ്സനൂൻ, അവർക്കിട്ട് ഒരു മുഷിപ്പുമില്ല, ഒരു ടെൻഷനുമില്ല. ഏത് പ്രശ്നം പറഞ്ഞാലും എല്ലാത്തിനും സൂറത്ത് യാസീനും മറ്റും ഓതാൻ കൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഖുർആൻ തങ്ങൾക്കുണ്ടായിരുന്നു. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന ഖുർആൻ പറഞ്ഞ ആയത്തിന്റെ പ്രതിധ്വനി ഖുർആൻ തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളമുണ്ട്. ആ പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധമായിരുന്നു തങ്ങളെ ഈ രാജ്യം മുഴുവനും അംഗീകരിച്ചു. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇതര മതസ്ഥരായ ആളുകൾ പോലും അംഗീകരിച്ചു. കാസർകോട്ടെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ ഒരു മുതിർന്ന ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കയ്യിന് വിറയൽ വരുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പൊ ഖുർആൻ തങ്ങളെ പിടിച്ചം കിട്ടാത്തൊരു ടൈമാണ്. എല്ലാരും തങ്ങളെ കാണാൻ വേണ്ടി ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം പുറത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ അവര് പരിചയമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സാധുവായ ഞാനുമായി അന്വേഷിച്ച് ഞാൻ തങ്ങളെ പലപ്പോഴും ഫോണിൽ ബന്ധപ്പെട്ട് കിട്ടിയില്ല. ഇടയിലുള്ള ആളുകളുമായി സംസാരിച്ച് ഒരു ദിവസം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഡോക്ടർ വരുന്നുണ്ട് തങ്ങളെ കാണാൻ, ഡോക്ടറോട് മരുന്നാക്കാൻ പറ, എന്നെ കാണാൻ വരില്ല, അയാളെ പണി എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളെ വിളിച്ചോണ്ടുണ്ട്. ഡോക്ടറെ പേരെന്താ വെച്ചു? അവര് അമുസ്ലിമായ ഡോക്ടറാണ് എന്ന് പറഞ്ഞു, പേര് പറഞ്ഞില്ല. ആ എപ്പോഴാ വരുന്നത്? അത് തങ്ങളെ സൗകര്യം അറിയിച്ച ദിവസം വരും. അങ്ങനെ ഒരു ദിവസം ലോഹർ നിസ്കാര ശേഷം അവിടെ എത്താൻ പറഞ്ഞു, എട്ടിക്കൊളുത്ത്. അങ്ങനെ ഈ ലേഡി ഡോക്ടറുടെ ഭർത്താവും ഒരു പ്രശസ്തനായ ഡോക്ടറാണ്, മംഗലാപുരത്തെ ഒരു പ്രശസ്തനായ ഡോക്ടറാണ്. ആ ഡോക്ടറും ഈ ഗൈനക്കായ ഭാര്യ ഡോക്ടറും ഞാനും ഡ്രൈവറും, 4 ആളുണ്ട്. അങ്ങനെ ഞങ്ങൾ എട്ടിക്കുളത്തെത്തി. അപ്പൊ നേരത്തെ പറഞ്ഞത് കൊണ്ട് അവിടെ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. പുറത്തിരുന്നു തങ്ങൾ സാധാരണ വേഷത്തിൽ ഒരു ബനിയൻ ഇട്ടിട്ട് വന്നു. തങ്ങൾ അധികം ബനിയൻ ഇട്ടിട്ടാണ് പേരില്. അപ്പൊ നിങ്ങൾ എന്താ കുടിക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങളൊന്നും മിണ്ടിയില്ല, ഡോക്ടർമാരും മിണ്ടിയില്ല. അങ്ങനെ ചായ കൊടുത്തു, ചായ കുടിക്കാൻ പറഞ്ഞു. തങ്ങൾ 2 ചോദ്യം ചോദിച്ചു. ഒന്ന് ചോദിച്ചത്, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുമ്പോ മുറിക്കാറുണ്ടെന്ന് ചോദിച്ചു. അവന് ഓപ്പറേഷൻ മുറിക്കാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? അത് പറ്റൂല. മുറിച്ചാലല്ലേ ഓപ്പറേഷൻ ആവുള്ളൂ. ഒന്നും മിണ്ടുന്നില്ല. ഇടക്കിടക്ക് മുറിക്കാറുണ്ട്. അപ്പൊ ആ മുറിയന് നിർത്തിയാല് കയ്യിന്റെ വിറയലും നിൽക്കും എന്ന് പറഞ്ഞു. മുറി നിർത്തിയാൽ കയ്യിന്റെ വിറയലും. അപ്പൊ ഒന്നും ഒരു മറുപടി ഉണ്ടാവില്ലല്ലോ. ഡോക്ടർമാർക്ക് മുറിക്കാതെ കയ്യോ? അപ്പൊ ഈ ഡോക്ടർ ചോദിച്ച്, മുറിക്കേണ്ട ഘട്ടം വന്നാൽ എന്ത് ചെയ്യണം? ഖുർആൻ തങ്ങളെ നമ്പർ കൊടുക്കണോ? തങ്ങള് പറയാണ് ഖുർആൻ തങ്ങളെ നമ്പർ കൊടുക്കണം. അതും പറഞ്ഞു വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. 6 മാസക്കാലം പിന്നെ ഡോക്ടർക്ക് ഈ മധുഹന്നെ പറയും, ഇടയ്ക്കിടെ വിളിച്ചാല്. 1 കൊല്ലം കഴിഞ്ഞ പറഞ്ഞു, ഒന്നും കൂടി കാണണം, എന്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ തങ്ങളൊന്ന് വന്ന്
ഒരു സെക്കൻഡെങ്കിലും ഇരിക്കണം. ഞാൻ പറയാം അങ്ങനെയൊന്നും തങ്ങൾ വരുന്നു തോന്നുന്നില്ല. ഏതാ ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷം ഞങ്ങളെ കൊണ്ടുപോയി, തങ്ങളെ മാത്രം കൊണ്ടുപോയത് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി മന്ത്രിച്ചോതി തങ്ങൾ തിരിച്ചു വന്നു. അപ്പൊ ജാതിമത ഭേദമന്യേ അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കളെ ലോകം മുഴുവനും ഇഷ്ടപ്പെടുന്നു, ഭയപ്പെടുന്നു. അവരോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അതാണ് യഥാർത്ഥ ഔലിയാക്കളുടെ ലക്ഷണം തന്നെ. ഇവരുടെ മുഖം കണ്ടാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുന്ന അവരെ കണ്ടാൽ തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത വരും. അങ്ങനെയുള്ള വലിയ ആ മഹാനവകൾ വിട്ടുപിരിഞ്ഞ് ഇപ്പൊ ഒരു കൊല്ലം ആയി. അവരുടെ ബർക്കത്തും മദതും കരസ്ഥമാക്കാനാണ് ഞാനും സയ്യിദിയുടെ പ്രധാന നേതാക്കളായ അബ്ദുൽ കരീം സയ്യിദി, ഏണിയാടി, പാറപ്പള്ളി ഇസ്മായിൽ സയ്യിദി, ഇക്ബാൽ സയ്യിദി, അങ്ങനെ തുടങ്ങി ഒരുപാട്, റഫീഖ് സയ്യിദി നേരത്തെ ഉണ്ട്, ഒരുപാട് ആലിമീങ്ങളും പണ്ഡിതന്മാരും സാദാത്യങ്ങളുമുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ വന്നത് തങ്ങളോടുള്ള ആ മഹബത്തും ആദരവും കാരണമാണ്. അള്ളാഹു അതൊക്കെയും നിലനിർത്തി തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ അവസരം തന്നതിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് രണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.